കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കുടുംബശ്രീ ശാരദയിലെ വിഷ്ണു എന്ന കഥാപാത്രത്തിൽ നിന്ന് പ്രഭിൻ ഇറങ്ങുകയാണ് എന്ന് എല്ലാവരെയും അറിയിച്ചത്. അതോടെ തന്നെ പ്രേക്ഷകർ ആ വാർത്തയ്ക്ക് വളരെയധികം സങ്കടമാണ് പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസം അവസാനം ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് വിങ്ങിപ്പൊട്ടുന്ന പ്രഭിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അവസാനം ആ കഥാപാത്രം മരിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത്. വിഷ്ണുവിൻ്റെ മരണം താങ്ങാനാകാതെയാണ് റീനു ചെയ്യുന്ന കഥാപാത്രം കൂടി ഇറങ്ങുന്നത്. ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും താരത്തിനെ ഇല്ലാതെ കുടുംബശ്രീ ശാരദ കാണാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടെത്തിയിരിക്കുകയും എന്നാൽ അതോടൊപ്പം അവസാനത്തെ സീനിൽ കരഞ്ഞുകൊണ്ട് അഭിനയിക്കുന്ന താരത്തിനെയുമാണ് കാണാൻ സാധിക്കുന്നത്. അവസാനം വിഷ്ണു എന്ന കഥാപാത്രത്തിനോട് നീതി പുലർത്തി അദ്ദേഹം ഇറങ്ങുമ്പോൾ വിഷ്ണുവിനുള്ള അവസാന ശബ്ദവും നൽകി എന്നത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അതോടെ തന്നെ സന്തോഷമായി ഇറങ്ങാൻ സാധിച്ചു എന്ന് വേണം പറയാൻ. കഥാപാത്രം നല്ല രീതിയിൽ തന്നെ അവസാനിക്കണമെന്നും സീരിയൽ അവസാനിക്കുന്നതിനോടൊപ്പം കഥാപാത്രം അവസാനിപ്പിക്കണമെന്നൊക്കെയായിരുന്നു ആഗ്രഹം. ശരിക്കും പറഞ്ഞാൽ 1.5 വർഷം മുൻപേ ഇത് നിർത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്. എന്നാൽ അതിനു മുൻപേ തന്നെ പ്രേക്ഷകരെല്ലാവരും കാണുന്ന രീതിയിലേക്ക് ഇത് എത്തിയിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതെല്ലാവരും അറിയുന്നുണ്ടായിരുന്നു. 1.5 വർഷം മുമ്പേ ഞാൻ പറയുമ്പോൾ സമയത്ത് സീരിയൽ അവസാനിപ്പിക്കും ഉടനെ അതുകൊണ്ട് തന്നെ നിർത്താമെന്ന രീതിയിലായിരുന്നു. 2025 സെപ്റ്റംബർ ആകുമ്പോഴേക്കും ഇത് നിർത്താമെന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴായിരുന്നു ഇത് അവസാനിപ്പിക്കാൻ അവർക്ക് സാധിക്കാതെ പോയത്. കാരണം അത്രമാത്രം പ്രേക്ഷക സ്വീകാര്യതയോടെ മുന്നേറുകയാണ്. എന്തായാലും പ്രഭിന് ഇറങ്ങണമെന്നുള്ളത് കൊണ്ട് തന്നെ ആ സീരിയൽ ഇങ്ങനെ അവസാനിപ്പിക്കാമെന്നും ആ കഥാപാത്രത്തിനെ ഇങ്ങനെ അവസാനിപ്പിക്കാമെന്നും അവർ തീരുമാനിക്കുകയായിരുന്നു. നമുക്ക് അവരെ കുറ്റം പറയാൻ സാധിക്കില്ലല്ലോ. അത്ര പെട്ടെന്നാണ് കുടുംബശ്രീ ശാരദ എന്ന സീരിയൽ വളരെ വേഗത്തിൽ കയറിപ്പറ്റിയത്. ആദ്യമൊക്കെ പ്രഭിൻ വന്ന് പറയുന്ന സമയത്ത് കുടുംബശ്രീ ശാരദ തന്നെ ഇത്രയും നീണ്ടു പോകുമെന്ന് ഒരിക്കലും അതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂവോ അല്ലെങ്കിൽ അതിൻ്റെ ടീം അംഗങ്ങളോ വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് 1 വർഷം കൂടി വെയിറ്റ് ചെയ്യൂ എന്നും കുറച്ച് മാസം വെയിറ്റ് ചെയ്താൽ സീരിയൽ അവസാനിക്കുമ്പോൾ തന്നെ ഇറങ്ങാമെന്ന് പറഞ്ഞത്. അത് അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി. കാരണം സീരിയൽ അവസാനിക്കുമ്പോൾ ഇറങ്ങുന്നത് വളരെയധികം സ്നേഹമുള്ളൊരു കാര്യം തന്നെയാണ്. ആരെയും മുറിവേൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ പിന്നീട് സീരിയൽ അവസാനിപ്പിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് എത്തുകയായിരുന്നു. അതുതന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു വിഷമമായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രം അദ്ദേഹം കാരണം ഇങ്ങനെ മരിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തി. എന്നാൽ തീരുമാനിച്ചത് തന്നെയായിരുന്നു, ഇറങ്ങണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ചില കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഇറങ്ങുന്നത്. ചില പേഴ്സണൽ കാര്യങ്ങളാണ് എന്ന് താരം എടുത്തു പറയുന്നുണ്ട്. അതൊക്കെ വഴിയെ പറയാമെന്നും ഇപ്പോൾ ഇനി മുതൽ കുടുംബശ്രീ ശാരദയിൽ വിഷ്ണുവായി ഞാനില്ല എന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി എന്നുമാണ് ഇപ്പോൾ പ്രഭിൻ തന്നെ പറയുന്നത്. അതോടൊപ്പം തന്നെ പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. ആരാധകരുടെ പ്രീതി വളരെയധികം മനസ്സിലാക്കുന്നൊരു വാർത്തയായി ഇത് മാറുന്നു. പ്രേക്ഷക പ്രീതിയോടെ വളരെ പെട്ടെന്ന് മുന്നേറുന്ന ഒരു പരമ്പരയായി കുടുംബശ്രീ ശാരദ മാറാനുള്ളൊരു കാരണവും വിഷ്ണു എന്ന കഥാപാത്രം തന്നെയാണെന്ന് നമുക്ക് കണ്ണും പൂട്ടി സമ്മതിക്കാൻ പറ്റും. അതും ഒരു കാരണമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.